നമ്മുടെ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്ത് മലയോര പ്രദേശമായ ഇവിടെ വിദ്യാഭ്യാസ സാന്ത്വന സേവന ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇർഷാദി എന്ന് പറയുന്ന ഈ ചെറിയ സ്ഥാപനം വലിയ പ്രവർത്തനങ്ങളാണ് അൽഹംദുലില്ലാഹ് ഈ പ്രദേശങ്ങളിൽ നടത്തുന്നത്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അതുപോലെ സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ സ്ഥാപനത്തെ ഇതുവരെ കാണാത്തവർ, ഇതുവരെ ഇവിടെ വരാത്തവർ സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഹായങ്ങൾ നൽകിയവരുണ്ട്. നമ്മൾ പോയപ്പോഴും നമ്മളെ സമീപിച്ചപ്പോഴും ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകിയവരുണ്ട്. അതുപോലെ പല ഉത്തരവാദിത്തങ്ങളും നമ്മളെ ഏൽപ്പിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ സഹായികൾക്കും സഹകാരികൾക്കും ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, അള്ളാഹുവിനറിയാം ആരൊക്കെയാണ് തന്നത്, സഹായിച്ചത്, അരി ചോദിച്ച് പരി തന്നവര്, അതുപോലെ നോമ്പ് തുറയിലേക്ക് സഹായങ്ങൾ നൽകിയവര്, അതുപോലെ ഈ സ്ഥാപനത്തിന്റെ വാടക ഷെഡ് മുതൽ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹായിച്ചവര്, ഭക്ഷണം നൽകുന്നവര്, വസ്ത്രം നൽകുന്നവര്, അതുപോലെ നമ്മുടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് ചെറുതും വലുതുമായി സഹായിച്ചവര്, കുഴൽക്കിണറിന് വെള്ളത്തിനാവശ്യമായ സഹായങ്ങൾ നൽകുന്നവർ, അങ്ങനെ ഇതിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു ഇതെന്തിനും ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞുമൊക്കെ സഹായിക്കുന്ന, സഹകരിക്കുന്ന, ഇതിനു വേണ്ടി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നീ വലിയ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ. എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ഈ ബദരിയത്തിന്റെ സദസ്സിൽ ഇതിന്റെ സഹായികൾക്ക് വേണ്ടി, സഹകാരികൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാത്തൊരു ദിവസവും ഇല്ല. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, അവർക്കൊക്കെ കുടുംബങ്ങളിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടവരുണ്ടോ അവരുടെ ഖബറിലേക്ക് ഒരു പ്രകാശമായി, നിത്യ വെളിച്ചമായി എല്ലാ ദിവസവും നടക്കുന്ന ബദരിയത്തും ദിക്റും സ്വലാത്തും ഖുർആൻ പാരായണവും അസ്മാഉൽ ഹുസ്നയും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളും മരിച്ചാലും ഞങ്ങളുടെ ഖബറിലേക്ക് ഖിയാമത്ത് നാൾ വരെ കിട്ടുന്നൊരു സമ്മാനമായി ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇനിയും നമ്മുടെ സ്ഥാപനത്തിന് ധാരാളം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സ്ഥലത്തിന് വലിയൊരു സംഖ്യ കൊടുക്കേണ്ടതുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ധാരാളം പൈസ ആവശ്യമുണ്ട്. നമ്മുടെ ഈ മജ്ലിസ് അൽഹംദുലില്ലാഹ് ദിവസവും ആയിരക്കണക്കിന് ആളുകൾ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അതിനൊക്കെ നമുക്ക് സൗകര്യങ്ങളും സംവിധാനങ്ങളും വേണ്ടതുണ്ട്. ചെറിയ മൊബൈലിലാണ് നമ്മളിപ്പോഴും ഈ മജ്ലിസിന്റെ ലൈവുകളൊക്കെ പോകുന്നത്. അല്ലാഹു തആല ഇതിനൊക്കെ വേണ്ടി സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും പ്രവർത്തിക്കുന്നവർക്കും എല്ലാം അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കുന്ന ദിക്റിന്റെയും ഖുർആൻ പാരായണത്തിന്റെയും ഇതോടൊപ്പം ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് ഈ മജ്ലിസ് നമ്മളോടൊപ്പം കാണുകയും ചെല്ലുകയും ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഈ വരുന്ന 29-ാം തീയതി നമ്മുടെ ഇവിടെ നടക്കുന്ന ബദരിയത്തിന്റെ വാർഷികത്തിൽ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. നിങ്ങളും പരമാവധി ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് എണ്ണ അറിയിക്കുക. ആ സദസ്സിൽ വെച്ച് നമുക്ക് മുബാറക്കായ മജ്ലിസിൽ വെച്ച് നമുക്ക് അല്ലാഹുവിലേക്ക് കരമുയർത്തി പ്രാർത്ഥിക്കാം. അല്ലാഹു നമ്മുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു തരുമാറാവട്ടെ.